പ്രഗ്നൻസിയിൽ 3D 4D സ്കാൻസ് ഏതാഴ്ച മുതൽ പോസിബിൾ ആണെന്നുള്ളതാണ്. പണ്ട് ഇത് 5-ാമത്തെ മാസം മുതലായിരുന്നു, പിന്നെ അത് 3-ാമത്തെ മാസം മുതലായി. ഇപ്പോൾ ആദ്യത്തെ വിസിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ സ്കാൻ മുതൽ തന്നെ 3D സ്കാൻ എടുക്കാൻ പറ്റുമെന്നുള്ള റിക്വസ്റ്റുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പോസിബിളാണ്, ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചിട്ട് അത് പോസിബിളാണ്. ഇപ്പോൾ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും 7 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു ഭ്രൂണത്തിൻ്റേതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ 3-ാമത്തെ മാസത്തിലും നമുക്ക് 3D എടുക്കാൻ പറ്റും. ഈ പെർട്ടിക്കുലർ ഇമേജ് 3-ാമത്തെ മാസത്തിലുള്ള ഒരു ഭ്രൂണത്തിൻ്റെ അല്ലെങ്കിൽ ബേബിയുടെ 3D ഇമേജാണ്. ഇത് എക്വയർ ചെയ്തിരിക്കുന്നത് സർഫസ് റെൻഡറിംഗ് എന്ന് പറയുന്ന ഒരു മോഡോടുകൂടിയാണ്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ടെക്നോളജിയാണ് HD ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ HD ലൈവ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഉള്ള പിക്ചേഴ്സ് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ടിൻറ്റ് മാറ്റാൻ പറ്റും ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് പോസിബിളാണ്. ഇതെല്ലാം പോസിബിൾ ആവുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ് വെച്ചിട്ടാണ്. ഈ പ്രോബ് RIC-10 പ്രോബ് എന്നാണ് പറയുന്നത്. 10 ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി പ്രോബാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ ബ്രെയിൻ അല്ലെങ്കിൽ ഏർലി പ്രഗ്നൻസി, ഇപ്പോൾ 10 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ള കേസുകളിലുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ 11 ആഴ്ച 12 ആഴ്ചയിലുള്ള ബ്രെയിൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും, മുന്നോട്ട് പോകുമ്പോൾ ന്യൂറോസോണോഗ്രഫി എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഉണ്ട്. അതായത് ബേബിയുടെ ബ്രെയിനിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോബാണ് ഇത്. ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോബാണ്. ഈ പ്രോബിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ഇത് വളരെ തിന്നായിട്ടുള്ളൊരു പ്രോബാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പേഷ്യൻസിന് ഡിസ്കംഫർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബിൽ ഈ ഡിസ്കംഫർട്ട് വളരെ കുറവായിരിക്കും. അതുപോലെ ഈ മെഷീൻ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഫീച്ചറാണ് കോൺഫോക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്. കോൺഫോക്കൽ ഇമേജിംഗ് ഏറ്റവും യൂസ് വരുന്നത് 3rd മന്ത് സ്കാനിൻ്റെ ഉള്ളിൽ NT അല്ലെങ്കിൽ ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 3rd മന്ത് സ്കാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് NT എന്ന് പറയുന്നത്. 3D സ്കാനും 4D സ്കാനും അഡ്വാൻസ്ഡ് സ്റ്റിക്ക് അക്വിസിഷനും കാർഡിയക് ഇമേജിങ്ങും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബേബീസിന് നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് നേരത്തെ തന്നെ മാനേജ് ചെയ്യാനോ ഇൻ്റർവീൻ ചെയ്യാനോ ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണോ എന്നുള്ളതൊക്കെ നോക്കാനാണ്. അപ്പോൾ ഇതിന് ഒരു വലിയ തോതിൽ നമ്മളുടെ പുതിയ ടെക്നോളജീസും AI പവർഡായിട്ടുള്ള മെഷീൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രാജഗിരിയിലത്തെ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളിപ്പോൾ സ്കാനിങ്ങിന് യൂസ് ചെയ്യുന്നത് എക്സ്പേർട്ട് സീരീസിലെ മെഷീനാണ്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് AI പവേർഡ് ലിറിക് ആർക്കിടെക്ചറിൽ റൺ ചെയ്യുന്ന മെഷീനാണ്. ഒരു വലിയ തോതിൽ നമ്മളുടെ പ്രഗ്നൻസീസിൽ ബേബീസിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.